ഹോളി സ്പിരിറ്റ്. ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് ആത്മമണ്ഡലത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ, സ്പിരിച്വൽ റലത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിൽക്കുന്നവർക്ക് അടുത്ത തലങ്ങളിലോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ. ഇത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഡ്രസ് കോഡുകൾ ചേഞ്ച് ആവുമെന്ന്. ഡ്രസ് കോഡുകൾ ജോസഫിലോട്ടാണ് കൊണ്ടുപോയത്. ജോസഫിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ അടിമയായിരുന്നപ്പോൾ, അവൻ തടവിലായിരുന്നപ്പോൾ അവൻ ഇട്ടിരുന്ന ഒരു ഡ്രസ്സുണ്ട്. അതൊരു അടിമക്കാരൻ്റെ, ഒരു സാധാരണ ഒരു തടവറയിൽ നിൽക്കുന്ന ഒരു ജയിൽ പുള്ളിയുടെ ഡ്രസ്സായിരുന്നു. പക്ഷെ എപ്പോഴാണോ അവൻ്റെ ഡ്രസ് കോഡ് ചേഞ്ച് ആവുന്നത്, അതിൻ്റെ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവനെ കാണിച്ച, ദൈവം അവനെ ആക്കാമെന്ന് പറഞ്ഞ ആ പൊസിഷനിലോട്ട് പോകുന്നതിൻ്റെ സൈനാണ്. ആ ഡ്രസ് കോഡിൽ നിന്നവൻ, നമ്മൾ പിന്നീട് കാണുന്നത്, രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തെ വിവരിക്കാൻ വേണ്ടി, അതിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവനെ രാജാവിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭാഗമുണ്ട്. ഞാനത് വായിക്കാം. ഉൽപ്പത്തി 41:14 ഒരാൾ വായിക്കുക. ഉൽപ്പത്തി 41:14. സാധാരണ ഒരു ഡ്രസ് കോഡിൽ, ഒരു തടവുകാരന്റെ ഡ്രസ് കോഡിൽ നിന്നവനെ രാജാവിന്റെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് കയറ്റി, കുണ്ടറയിൽ നിന്ന് ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിച്ചു. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. മതി. വസ്ത്രം മാറിയെന്നവന്റെ നിലവിലെ തടവുകാരൻ ഇല്ലെങ്കിൽ പണ്ടിട്ടിരുന്ന ആ ഡ്രസ്സ് അവനിൽ നിന്നും മാറ്റി, അവൻ്റെ ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്തിട്ട് അവനെ രാജാവിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഈ ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യുന്നത് ചിലതിൻ്റെ സൈനാണ്, ചിലത് പൂർത്തീകരണത്തിലോട്ട് പോകുന്നതിൻ്റെ സൈനാണ്. റാഷ് ബാർത്തൽ പ്രഭാന അതിൻ്റെ 41-42 ഒന്ന് വായിച്ചേ. ഡ്രസ് കോഡ് ചേഞ്ച് ആയി കഴിഞ്ഞപ്പോൾ, ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ ജോസഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി ജോസഫിന്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. അവന് ഫൈൻ ലിനൻ ഇട്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം അവന് കൊടുത്തെന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ ഡ്രസ് കോഡ് ചേഞ്ച് ആയെന്ന്. ഡ്രസ് കോഡ് ചേഞ്ച് ആയെന്ന് വെച്ചാൽ അവൻ്റെ മേലുള്ള അധികാരം മാറിയിരിക്കുകയാണ്, അവൻ്റെ പൊസിഷൻ ചേഞ്ച് ആയെന്നാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലരുടെ ഡ്രസ് കോഡുകൾ ചേഞ്ച് ആകാൻ പോവുകയാണ്. നീ ഇപ്പോൾ ആയിരിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചോ, നിന്റെ ഡ്രസ് കോഡുകൾ ചേഞ്ച് ആകാൻ പോകുകയാണ്. ഇങ്ങനെ ഞാൻ പറയാം, ഈ സിവിലിയൻസിന്റെ ഡ്രസ് കോഡിൽ നിന്നും സോൾജിയേഴ്സിന്റെ ഡ്രസ് കോഡിലോട്ട് ചിലർ കയറാൻ പോവുകയാണ്. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, സാധാരണ വിശ്വാസി എന്നുള്ള ഒരു കോഡിൽ നിന്നും നിന്നെ കിണ്ടത്തിന്റെ സോൾജിയർ എന്ന ഡ്രസ് കോഡിലോട്ട് കർത്താവ് കയറ്റുകയാണ്. കിണ്ടത്തിന്റെ അധികാരം നിന്റെ മേൽ നൽകുകയാണ്. കിണ്ടത്തിൽ നിന്നെ ഫൈറ്റ് ചെയ്യാൻ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണ്. ഇത് വിശ്വസിക്കുന്നവർ മാത്രം ആമീൻ പറയുക. കിണ്ടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് നിന്നെ ഡ്രസ് കോഡ് ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ഇത് പറയുന്ന ആത്മതലത്തിലാണ്, ഇത് സ്പിരിച്വലിയാണ് ഞാൻ പറയുന്നത്. ഇത് വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചോ. ഇത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നിന്റെ മേലുള്ള അധികാരം മാറും. നിന്റെ നാവിൽ നിന്ന് വരുന്ന ശബ്ദത്തിൽ മാറ്റം വരും. നീ നോക്കിയാൽ ദൈവശക്തി പുറപ്പെടും. നീ പറയുമ്പോൾ ഭൂതങ്ങൾ പുറത്താകും. നീ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകുമെന്ന് കർത്താവ് കിണ്ടത്തിന് വേണ്ടി ചില സോൾജിയേഴ്സിനെ എഴുന്നേൽപ്പിക്കുന്നു, അധികാരത്തോടെ എഴുന്നേൽപ്പിക്കുന്നു. ആമീൻ പറഞ്ഞ് സ്വീകരിക്കുക. Hallelujah. Rabra Kasmal Prabana. Sberdibini. Hallelujah.
ഞാൻ ഇന്ന് എടുക്കുന്ന സബ്ജക്റ്റ് ഇനി മുന്നോട്ട് പോകുന്നത് ദൂതന്മാരെ പറ്റിയാണ്, ദൈവദൂതന്മാരെ പറ്റിയാണ്. ഞാൻ ഇതുവരെയായിട്ട് സബ്ജക്റ്റ് കയറിയില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ദൈവദൂതന്മാരെയാണ്. കർത്താവിൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇന്നിത് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറാബാഷ് വാർത്തൽ പ്രഭാന. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ചിലർക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ ദൂത് ഒരു 10 മിനിറ്റിന് ശേഷം വരും. ചിലർക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ ദൂത് അത് മോൻസിച്ചാൻ പറഞ്ഞ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. ശക്തമായ ദൂത് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു 10 തവണയെങ്കിലും വാ തുറന്നവരുണ്ട്. അത് അവർക്കുള്ള ദൂത് വരുന്നുണ്ട്. കറക്റ്റാ, ഇത് പരിശുദ്ധാത്മാവ് വരുന്ന കറക്റ്റാ, അത് പിന്നെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ പല പല വ്യക്തികളുമായി കണക്റ്റ് ആകാറുണ്ട്. കാരണം നമുക്ക് ഈ ആവശ്യത്തെ പൂർത്തീകരിക്കണം. മനുഷ്യരിൽ നമ്മൾ ഒത്തിരി കണക്റ്റ് ആകാറുണ്ട്. പക്ഷെ വചനം പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ യഹോവയിൽ ആശ്രയിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുമെങ്കിലും നമ്മുടെ കണക്ഷൻ മുഴുവനും, നമ്മുടെ ഇടപാട് മുഴുവനും മനുഷ്യരിലാണ്. യഹോവയിൽ ആശ്രയിക്കും. ഒട്ടും പറ്റാത്ത അസുഖം വരുമ്പോൾ യഹോവയിൽ ആശ്രയിക്കും. നമുക്ക് നടക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ വരുമ്പോഴൊക്കെ യഹോവയിൽ ആശ്രയിക്കും. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മുടെ ഇടപാടുകൾ കൂടുതലും ദൈവത്തിലല്ല, മനുഷ്യരിലാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ആത്മാവിന് ഫ്രീഡം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൂതന്മാരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. കുറച്ചും കൂടെ ഞാൻ നിങ്ങളോട് കയറി പറയാം, ദൈവത്തിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്യാൻ നോക്കല്ലേ. എനിക്കറിയത്തില്ല, കർത്താവ് എന്നോട് ഇങ്ങനെ പറയുകയാണ്, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു പ്രൊവിഷനാണ് ദൈവദൂതന്മാർ. ദൈവം ഒരുക്കിയ ഏറ്റവും വലിയൊരു പ്രൊവിഷനിൽ ഒന്നാണ് ദൈവദൂതന്മാർ. നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ചില തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ, ആത്മാവിന് ഫ്രീഡം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, മനുഷ്യരെക്കാൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവദൂതന്മാരെ ചിലർ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ ദൈവദാസൻ പറഞ്ഞ പോലെ ദൈവദൂതന്മാരെ ആരാധിക്കുകയല്ല, ദൈവദൂതന്മാർ നിന്റെ സേവകാത്മാക്കളാണ്. ദൈവദൂതന്മാർ ഇടപെട്ടാൽ സാഹചര്യം എങ്ങനെ തിരിയുമെന്ന് നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയ ദൂതന്മാരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഇരു കരങ്ങളും തട്ടി മനുഷ്യരെക്കാൾ കൂടുതൽ ദൈവത്തിന് ആത്മാവിന് ഫ്രീഡം കൊടുക്കുക. ആത്മാവിന് ഫ്രീഡം കൊടുക്കുക. ഹല്ലേലൂയ. യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയിൽ യൂദ അവരും വലിയൊരു കൂട്ടര് വടിയും വാളുമായിട്ട് വരികയാണ് യേശു കർത്താവിൻ്റെ അടുത്തോട്ട്. യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പത്രോസ് കയറി ഒരാളുടെ ചെവി അറുത്തിടുകയാണ്. യേശു കർത്താവ് അവിടെ പ്രതികരിച്ചത് മാനുഷികമായിട്ടല്ല. യേശു കർത്താവ് ആശ്രയിച്ചത് കൂടെ നിന്ന ശിഷ്യന്മാരെ അല്ല, മനുഷ്യരെ അല്ല. യേശു കർത്താവിൻ്റെ റെസ്പോൺസ് നിങ്ങൾ നോക്കണം. അതൊന്ന് വായിക്കണേ ദൈവസനെ. മത്തായിയുടെ സുവിശേഷം 26:53. മത്തായിയുടെ സുവിശേഷം 26:53. യെസ്. 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടാ എന്ന് തോന്നുന്നുവോ? യെസ്. ഒന്നും കൂടെ വായിക്കാമോ ദൈവസനെ? അത് എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കും. മതി ദിവസനെ. 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ യേശു കർത്താവ് പറഞ്ഞാൽ അവിടെ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. ലഗ്യോൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു ഭാഗത്ത് ലഗ്യോൻ നമ്മൾ വായിച്ചിട്ടുണ്ട്. നമുക്കത് അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ലഗ്യോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതം ബാധിച്ച വ്യക്തി പറയുന്ന ലഗ്യോനാണ്. നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നുവെന്ന്.
ഭൂതം ബാധിച്ച ആൾ പറയുന്ന ഒരു ലഗ്യോനാണത്. ആ ലഗ്യോനും ഇതും രണ്ടാണ്. ഇതെന്ന് വെച്ചാൽ യേശു കർത്താവ് പറയുന്ന ലഗ്യോ എന്ന് വെച്ചാൽ, ഈ ലഗ്യോൻ അന്നത്തെ റോമൻ പട്ടാളത്തിലെ ഒരു വിവാഹ ആൾക്കാരാണ്, ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാണ്. ഒരു ലഗ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 ആൾക്കാരാണ്, 6000 പട്ടാളക്കാരാണ്. 12 ലഗ്യോ എന്ന് വെച്ചാൽ 72,000 ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞാൽ യേശു കർത്താവ് പറയുന്നത്, ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72,000-ൽ കൂടുതൽ ദൈവദൂതന്മാർ ഇവിടെ ഇറങ്ങുമെന്ന്. ഒറ്റ വാക്ക് പറഞ്ഞാൽ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൂതന്മാരുമായിട്ടുള്ള യേശു കർത്താവിൻ്റെ ഇടപാടും, യേശു കർത്താവിൻ്റെ അധികാരവും, യേശു കർത്താവിൻ്റെ ശക്തിയുമാണ്. ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊവിഷനാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ഓരോ വ്യക്തികൾക്കും ഇതേപോലെ കർത്താവ് പ്രൊവിഷനെ ഒരുക്കിയിട്ടുണ്ട്. നീ പറഞ്ഞു കഴിഞ്ഞാൽ, നീ പിതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൂതന്മാർ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം, ഇതേപോലെ തന്നെ നിങ്ങൾ പറയാൻ പോവുകയാണ്. നീ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങുമെന്ന്. നിന്റെ പ്രതികൂലത്തിൽ, നിന്റെ അടഞ്ഞ വാതിലിന്റെ മുന്നിൽ നീ മനുഷ്യരെ അല്ല ആശ്രയിക്കാൻ പോകുന്നത്. നിന്റെ പ്രശ്നത്തിന്റെ മുന്നിൽ നീ മനുഷ്യരെ അല്ല ആശ്രയിക്കാൻ പോകുന്നത്. നീ പറഞ്ഞാൽ ദൈവദൂതന്മാർ ഇറങ്ങുന്ന പോലെ അധികാരത്തിലോട്ട് കയറാൻ പോവുകയാണ്. ശക്തിയോടെ ചിലർ എഴുന്നേൽക്കാൻ പോവുകയാണ്. സ്പിരിച്വൽ റാങ്കിൽ ചിലർക്ക് മാറ്റം വരാൻ പോവുകയാണ്. ദൈവദൂതന്മാരുമായിട്ടുള്ള ഇടപാടുകൾ ചിലർക്ക് ഉണ്ടാകാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതിനെ ഇരു കരങ്ങളും തട്ടി ആമീൻ പറയുന്നവരുടെ മേൽ സ്വർഗം അത് അങ്ങനെ തന്നെ ചെയ്യും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവദൂതന്മാരുടെ ഇടപാട്. ഇന്നലെയും ഇന്നും എല്ലാം ഈ മോൻസിച്ചാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ മൊത്തം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ മോൻസിച്ചാൻ എന്ന് പറയുന്നത്. ഇന്നലെ മോൻസിച്ചാൻ പറഞ്ഞായിരുന്നു, പൗലോസിനെ അവര് റോമിലോട്ടാണ് കൊണ്ടുപോയത്. റോമിലോട്ട് കൊണ്ടുപോയ സമയത്ത് അവിടെ ഈ കാറ്റെല്ലാം പ്രതികൂലമായപ്പോൾ ആകെ പ്രശ്നമായപ്പോൾ, സാധാരണ ഈ നിങ്ങൾ ആലോചിക്കണം, പാസ്റ്റർമാര് പ്രവാചകന്മാരെന്താണ് ബാക്കിയുള്ളവരെ ബലപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്? പ്രശ്നത്തിലായിട്ടിരിക്കുന്ന, വിഷമത്തിലിരിക്കുന്നവരെ എന്താണ് പറഞ്ഞ് ബലപ്പെടുത്തുകയാണ്. ഓക്കെ പ്രശ്നമില്ല, കർത്താവ് വഴിയൊരുക്കുമെന്ന്. പക്ഷേ നിങ്ങൾ ആലോചിച്ചോണം, അപ്പോസ്തല പ്രവർത്തികൾ 27:9 വായിക്കണേ. അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 27:9-10 വായിച്ചു. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. മതി. ബലപ്പെടുത്തേണ്ടിയ പാസ്റ്റർ തന്നെ. കൂടുള്ളവർ തകർന്നു പോകാതെ അവരെ കർത്താവ് നിങ്ങളെ കരുതുമെന്ന് പറയേണ്ടി അപ്പോസ്തലൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. വലിയ പ്രശ്നങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങൾ ആലോചിച്ചാണ്, ഗിഫ്റ്റിനെ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളാണ്. ആ വ്യക്തി തന്നെ പറയുവാണ്, ഞാൻ കാണുന്നത് ചരക്കിനും കപ്പലിനും ഇവിടെയുള്ള ആൾക്കാർക്ക് പ്രാണന് വരെ പ്രശ്നം വരാൻ പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പോലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾ അതിൻ്റെ 27:22 മുതൽ 24 വരെ ഒന്ന് വായിക്കണം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവരുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. ആമേൻ. പൗലോസേ, ഭയപ്പെടരുത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞത് ആകെ പ്രശ്നമാണെന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിൽ കണ്ടത്, അദ്ദേഹത്തിന് ലഭിച്ച ദൈവത്തിൽ നിന്നുമുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ആകെ പ്രശ്നമാവുന്നതാണ്. എല്ലാം ഇനി ഒരു ഓപ്ഷനും ഇല്ലെന്നാണ് പറയുന്നത്.
പക്ഷേ എങ്കിൽ ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കളി മാറുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഒറ്റ ഒരുത്തന്റെ ജീവനും ഒന്നും സംഭവിക്കത്തില്ലെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഏത് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യമാണെങ്കിലും, ഏത് പ്രവാചകൻ പ്രവചിച്ചിട്ട് നടക്കാത്ത കാര്യമാണെങ്കിലും, ഏഞ്ചൽസ് നിനക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ സകല സാഹചര്യങ്ങളും തിരിയും. ദൈവദൂതന്മാർ ചിലർക്ക് വേണ്ടി വർഷങ്ങളായിട്ട് നടക്കാത്ത ചില കാര്യങ്ങളെ സ്വർഗം നടത്തി തരാൻ വേണ്ടി ഇറക്കുകയാണ്. ഒരു വ്യക്തിയുടെ പ്രാണന് ഹാനി വരത്തില്ലെന്ന് പറഞ്ഞ അതേ ദൂതൻ ചിലരുടെ കുടുംബത്തിൽ ഇറങ്ങുകയാണ്. നടക്കാത്ത കാര്യങ്ങളെ നടത്താൻ, അടഞ്ഞുപോയ വാതിലുകളെ തുറക്കാൻ, അടഞ്ഞുപോയ ഗർഭപാത്രങ്ങളെ തുറക്കാൻ. ഇത് ആമീൻ പറയുന്നവർ ഇതിനെ സ്വീകരിച്ചോ? റിസീവ് ചെയ്തവന്റെ മേൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭൂമിയിൽ സ്വർഗമൊരുക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷനിൽ ഒന്നാണ് ദൈവദൂതന്മാർ. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഏത് അപ്പോസ്തലൻ ഞോന്ന് പറഞ്ഞത് യെസ് ആവും. കാരണം പറഞ്ഞൊരു കാര്യമുണ്ടച്ചാ, നീ സേവിക്കുന്ന നിന്റെ ദൈവം വിട്ടയാണെന്ന്. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാസ്റ്റർ പറഞ്ഞില്ലേ, അടഞ്ഞ വാതിൽ പിന്നെ ആരാ തുറക്കുന്നേ? തുറക്കുന്ന വാതിൽ പിന്നെ ആർക്കാ അടയ്ക്കാൻ പറ്റുന്നത്? ഒരു മനുഷ്യനും കഴിയത്തില്ലെന്ന്, ഒരു സാഹചര്യത്തിനും കഴിയത്തില്ലെന്ന്, ഒരു പിശാചിനും പറ്റത്തില്ലെന്ന്, മറ്റൊരു ശക്തിക്കും സാധിക്കത്തില്ലെന്ന്. ദൈവദൂതന്മാർ നിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ പോവുകയാണ്. ആമീൻ പറഞ്ഞ് സ്വീകരിക്കുക. ദൈവദൂതന്മാർ നിന്റെ കൂടെ ചേർന്ന് നിൽക്കും. ദിവസന അപ്പോസ്തല പ്രവർത്തികൾ 25:16-25 ഒന്ന് വായിക്കണം. അപ്പോസ്തല പ്രവർത്തികൾ 16:25. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. മതി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും എന്നെ ഒന്ന് കേൾക്കണേ. അർദ്ധരാത്രിക്ക് തടവറയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ, മിഡ്നൈറ്റ് എന്ന് പറയുമ്പോൾ 11:59 ശേഷമുള്ള ടൈം. ഈ ടൈമിൽ അവർ കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ തടവുകാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവരുടെ ചങ്ങലകളും അഴിഞ്ഞുപോയി. ഞാൻ നിങ്ങളോട് പറയാം, നീ ദൈവദാസനെ ഈ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു വാക്ക് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. ഇത് കേട്ടോണ്ടിരുന്നായിരുന്നെങ്കിൽ അഴിയത്തില്ലായിരുന്നു. ഹിയർ ആയിരുന്നെങ്കിൽ ഇതൊരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ പോയേനെ. ഇത് ലിസൺ ആയതുകൊണ്ടാണ് ഇത് ചങ്ങല അഴിഞ്ഞത്. ഇത് ലിസൺ ആയതുകൊണ്ടാണ്, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും കേൾക്കാൻ പറ്റും. സത്യം വെച്ചാ ഇത് എനിക്ക് വലിയ പിടുത്തമില്ലായിരുന്നു. സംഭവം സത്യം. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഇത്രയും ഈ എത്ര വേർഡ്സിൻ്റെ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ദൈവദാസൻ സ്പോൺസർ ചെയ്തെന്നാ പറഞ്ഞത്. അന്നത്തെ നല്ല പ്രൈസാ. ഇത്രയും വേർഡ്സിലുള്ള സാധനം ഇട്ട് അടിക്കുമ്പോഴും ഉറങ്ങാൻ പറ്റും, നമുക്ക് കേൾക്കാനും പറ്റും, നമുക്കിതിൽ പ്രതികരിക്കാനും പറ്റും. പ്രതികരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ, പ്രതികരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ ഉണർന്നിരിക്കുമ്പോൾ പ്രതികരിക്കുന്ന പോലല്ല, ഇങ്ങനെ ആട്ടാനും അതൊക്കെ പറ്റും. ഇത് ഞാൻ ഇത് ഉറങ്ങുമ്പോൾ പറ്റുന്ന കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുകയാണ്. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ചങ്ങലകൾ അഴിയും.
അത് തടവുകാരനാണെങ്കിൽ അവന്റെ ചങ്ങലഴിയും, പാപിയാണെങ്കിൽ അവനെ പാപത്തിൽ നിന്നും കർത്താവ് പുറത്തു കൊണ്ടുവരും. അവൻ തകർന്നവനാണെങ്കിൽ അവനെ കർത്താവ് പണിയുമെന്ന്, അവൻ ബലഹീനനാണെങ്കിൽ കർത്താവ് അവനെ ബലപ്പെടുത്തുമെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഉപവാസ പ്രാർത്ഥന നീ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ, നീ ലിസൺ ചെയ്യുകയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കുമെന്ന്. എന്റെ ഇടപാട് ഞാൻ പറയാം. പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആളാണ്. പുള്ളി അവിടെ ഇരുന്ന് 12 മണിക്ക് ശേഷം സ്പിരിറ്റിൽ സാധനം റിലീസ് ചെയ്യുക. സ്പിരിറ്റിൽ സാധനം റിലീസ് ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടെന്നേ. എടാ, സ്പിരിറ്റ് റിലീസ് ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഞാൻ പറയാം, അത്ഭുതങ്ങൾ ഉണ്ടാകും. സ്പിരിറ്റിന് റിലീസ് പ്ലസ് റിസീവ്, അത് അത്ഭുതങ്ങളാണ്, മിറക്കിളുകളാണ്, അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ്. അതിന് സാഹചര്യം പ്രശ്നമല്ല, ആളുകൾ പ്രശ്നമല്ല, സപ്പോർട്ട് പ്രശ്നമല്ല. സ്പിരിറ്റ് റിലീസ് ആകുന്നത് പ്ലസ് റിസീവ് മിറക്കിളാണെന്ന്. അതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നിന്റെ ലൈഫിൽ ഒരു മിറക്കിള്, നിന്റെ ലൈഫിൽ ഒരു സൂപ്പർ നാച്ചുറൽ സ്വർഗം ചെയ്യുകയാണ്. Holy Spirit, Holy Spirit, thank you Jesus. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണെന്ന്. ചങ്ങലകൾ അഴിഞ്ഞു വീണു. ദൈവം ഈ ഭൂമിയിൽ ഒരു അത്ഭുതം ചെയ്യുമ്പോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമ്പോൾ, സച്ചിൻ ബ്രദറിന് വേണ്ടി ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യുകയാണെങ്കിൽ, ഒന്നുകിൽ കർത്താവ് അപ്പോയിൻമെന്റ് ചെയ്ത ഒരു കർത്താവിൻ്റെ ദാസം വന്ന് പ്രാർത്ഥിച്ച് ഒരു വിടുതൽ ലഭിക്കാം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാം. ഇത് പ്രധാനമായിട്ടുള്ള 2 കാര്യമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികളെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അനേകമുണ്ട്. ഞാൻ ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ആണ് ഞാൻ പറഞ്ഞത്. ഈ 2 കാര്യമാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ചങ്ങലകൾ അഴിഞ്ഞെന്നാണ്. ചങ്ങലകൾ അഴിയാൻ ഒരു ദൈവദാസനും വന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഇവിടെ എന്താണ് നടന്നെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ഏഞ്ചലിക് ആയോണ്ട് ഞാൻ ഏഞ്ചലിക്കിനെ തൊട്ട് ഞാൻ ഇതിനെ ഒന്ന് പോവുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്കും ഇതിനെ യൂസ് ചെയ്യാം. എങ്ങനെ ഏഞ്ചലിക്കിനെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ വചനത്തെ പറയാത്ത കാര്യത്തെ ഇത് ഏഞ്ചൽ വന്ന് അഴിച്ചെന്ന് പറയുന്നില്ല. ഞാൻ ഇത് ഏഞ്ചൽ ആണെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ആക്റ്റീവ് ആക്കിയെന്ന് പറയുകയാണ്. ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, പാടിക്കൊണ്ടിരുന്നു. ദേവദാസനെ നമുക്കൊരു വാക്യം ഒന്ന് വായിക്കണേ. മർക്കോസ് 11:23-24. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നെന്നാണ് പറഞ്ഞത്. മർക്കോസ് 11:23-24. മർക്കോസ് 11:23-24. യെസ്, മർക്കോസ് 11. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മതി 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 മതി. അതായത് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുവാണ്, ഇത് നടക്കുമെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചേ മതിയാകത്തുള്ളൂ. അവർ പാടി സ്തുതിച്ചു, ആരാധിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയുകയാണ്, അവർ പാടി സ്തുതിച്ചു, ഇല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചു. വേട് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൈവദൂതന്മാരെ കർത്താവ് ആക്കി വെച്ചിട്ടുണ്ട്. ദൈവവചനം കിടക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഈ വേടിനെ കയറി അങ്ങ് റിലീസ് ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, സംശയം കൂടാതെ നീ വിശ്വസിച്ച് പറയുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ദൂതന്മാർ എൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ സൂക്ഷിക്കാൻ ദൈവം വെച്ചിട്ടുണ്ടെന്ന് നീ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഇത് വേടാണ്.
ഇത് കഥയല്ല, വേട് കയറി ചലിക്കുമെന്നേ. ദൂതൻ ഇറങ്ങിയേ പറ്റത്തുള്ളന്നേ. നീ ഒന്ന് റിലീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ രോഗിയായിട്ടിരിക്കുമ്പോ നീ പറയണം യഹോവ റാഫ, അവൻ സൗഖ്യദായകൻ എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ രോഗത്തിന്റെ മേൽ സൗഖ്യം നൽകാൻ അവൻ മതിയായവനാണെന്നേ. നീ ഏഞ്ചലിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദൂതന്മാരെ പറ്റി സംശയം കൂടാതെ നീ പറയാൻ തയ്യാറാണെങ്കിൽ ദൈവദൂതന്മാർ ഇറങ്ങുമെന്നേ. കാരണം വേട് കയറി ആക്റ്റീവ് ആവുകയാണെന്നേ, വേട് ആ സാഹചര്യത്തെ എടുക്കുവാണെന്നേ, ആ അറ്റ്മോസ്ഫിയറിൽ വേട് കയറി പ്രവർത്തിക്കുവാണെന്നേ. എനിക്കറിയത്തില്ല ആരൊക്കെ വാകൾ തുറന്ന് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. നിന്റെ ലൈഫിൽ അത് കാണുക തന്നെ ചെയ്യും. ഇതിനെ ആമീൻ പറഞ്ഞ് ഇരുകരങ്ങളെ തട്ടി അതിനെ സ്വീകരിക്കുക. ഇരുകരങ്ങളെ തട്ടി ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൈവദൂതന്മാരുണ്ട്. ഇത് ഹെവൻ ആക്കിയതാണ്. ഞങ്ങൾ അത് കാണും, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവദൂതന്മാരിൽ വിശ്വസിക്കുന്നു. ദൈവദൂതന്മാരുടെ ഇടപാടുകൾ ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. കർത്താവിന്റെ വാസന ഒരു വാക്യം കൂടെ വായിക്കാം. അതും ഇന്ന് മൊത്തം പറഞ്ഞതാണ്. അപ്പോസ്തല പ്രവർത്തികൾ 12:7. അപ്പോസ്തല പ്രവർത്തികൾ 12:7. യെസ്. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ കൈമേൽ നിന്ന് ചങ്ങല വീണുപോയി. ദൂതൻ അവനോട് മതി അച്ഛാ. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, കാരാഗ്രഹത്തിൽ കിടക്കുക, ദൈവദൂതൻ ഇറങ്ങിയപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞുപോയെന്ന്. പക്ഷെങ്കിൽ അവിടെ പത്രോസ് പ്രാർത്ഥിച്ചെന്നോ ദൈവദൂതന്മാരെ വേണമെന്ന് പറഞ്ഞതായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ദൈവദൂതൻ ഇറങ്ങി ചങ്ങലകൾ അഴിഞ്ഞു, അദ്ദേഹത്തെ റിലീസ് ചെയ്തെന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരിടപാടെന്ന് വെച്ചാൽ വേർഡ് റിലീസ് ചെയ്യുക ഒന്നതാണ്. ഇത് രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത്. ഇദ്ദേഹം ഉറങ്ങുമായിരുന്നു, പക്ഷെ എങ്കിൽ ഏഞ്ചൽ വന്നെന്നാണ്. ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ ഹൃദയം ഉണർന്നിരിക്കാൻ പറ്റും. അച്ഛാ, ഉത്തമഗീതം 5:2 ഒന്ന് വായിക്കണേ അച്ഛാ. ഉത്തമഗീതം 5:2. ഉത്തമഗീതം 5:2. ഞാൻ ഉറങ്ങുന്നു, എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. മതി അച്ഛാ, മതി. അത്ര മതി. 10 മണിയായി. ഞാൻ ഉറങ്ങുന്നു, എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ ഉറങ്ങുന്നു, എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. പത്രോസിനെ സംബന്ധിച്ച് അദ്ദേഹം ഉറങ്ങുകയാണ്, പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മുഴുവനും നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്. ദൈവത്തിന് അദ്ദേഹത്തിനെ പറ്റിയുള്ള പദ്ധതി എന്താണെന്നും നാളെ അദ്ദേഹം രോധയുടെ വീട്ടിൽ പോകുമോ ഇല്ലയോ എന്നും അദ്ദേഹം നടത്താൻ പോകുന്ന ഓരോരോ ഇടപാടുകളും എന്താണെന്നും നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങിയത്. ഇല്ല, യാക്കോബിനെ കൊന്നയാണ്, അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റത്തില്ല, ഭയമുള്ളവനാണെങ്കിൽ. അത് ഉറങ്ങുമ്പോൾ തന്നെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഉണർന്നിരിക്കുമെന്ന് വെച്ചാൽ ആ ഹൃദയത്തിൽ എന്താണെന്ന് നിങ്ങൾ നോക്കണം. അവിടെ ഭീരുത്വമല്ല, അവിടെ ധൈര്യമാണ് കാണുന്നത്. നാളെ പറ്റിയുള്ള ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഞാൻ വായിച്ചോളാം. 1 ദിനവൃത്താന്തം 28:9 പറയുന്നു, യഹോവ സർവ്വ ഹൃദയങ്ങളെ പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് ദൈവത്തിന് അറിയാൻ സാധിക്കും. ദൈവത്തിന് സകലം അറിയാവുന്നേ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഉറങ്ങുന്ന പത്രോസ്, അദ്ദേഹം ഉറങ്ങുന്നത് അദ്ദേഹത്തിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ്. നാളെ പറ്റി അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്താണെന്ന് ദൈവത്തിനറിയാം. ദൈവം ആ ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവനും നിറച്ചു വെച്ചിരിക്കുന്നത് നാളെ പറ്റി എന്താണ് ദൈവം കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തെ പറ്റിയുള്ള ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഉറങ്ങുകയാണെങ്കിലും ദൈവം അവിടെ ദൂതനെ ഇറക്കും. എത്ര പേർക്ക് ഇതിനെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിന്റെ ഹൃദയത്തിലെ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയാം, നിനക്ക് വേണ്ടി ഉറക്കത്തിലും ദൂതന്മാർ വരുമെന്നേ. നീ ഉറങ്ങിക്കോ, ഒരു കുഴപ്പവുമില്ല. ഞാൻ നിങ്ങളോട് പറയാം, നാളെ പിശാച് മുടക്കാൻ വെച്ചിട്ടുള്ള പദ്ധതികളെ സ്വർഗീയ ദൂതന്മാർ രാത്രിയിൽ തന്നെ വന്നത് ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ബിസിനസിനെ മുടക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ഉറക്കത്തിൽ തന്നെ ദൈവദൂതന്മാർ ഇറങ്ങുകയാണ്. നാളെ നിനക്ക് വേണ്ടി അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി. നാളെ നീ പോകുന്ന വഴികളിൽ തടസ്സം ഇടാൻ ഉദ്ദേശിക്കുന്ന പിശാചിന്റെ പദ്ധതികളെ ഞാൻ പറയാം, ഉറക്കത്തിൽ ഉറപ്പുണ്ടോ? നിന്റെ ഹൃദയത്തിൽ ഉറപ്പുണ്ടോ? നിന്റെ ഹൃദയത്തിൽ പ്രത്യാശയുണ്ടോ? നീ ഉറങ്ങുകയാണെങ്കിലും നിന്റെ ഹൃദയം ഉണർന്നിരിക്കും. നിന്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ കാണുന്ന ദൈവമുണ്ടെന്നാ പറയുന്നേ. ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നേ. പ്രത്യാശ ഇല്ലാത്തവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, വിശ്വാസമുള്ളവന്റെ കാര്യ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവദൂതന്മാരെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർ, ദൈവത്തിന്റെ അങ്ങനത്തെ ഇടപാടുകളെ കാണാൻ പോകുന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾപ്പിച്ച ദൈവ ശബ്ദത്തിനായിട്ട് നന്ദി. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആത്മാവിൽ കാണുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊവിഷനുകളെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വലിയൊരു പ്രൊവിഷനിൽ ഒന്നാണ് ദൈവദൂതന്മാർ. ആ ദൈവദൂതന്മാരെ ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ദൈവ ശബ്ദ പരിധിയിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവദൂതന്മാർ ഒരു എക്സ്പീരിയൻസ് ആയി വരാൻ പോവുകയാണ്. ഞാൻ പറയാം, നിന്റെ അടഞ്ഞതിനെ തുറക്കാൻ ദൈവദൂതന്മാർക്ക് സാധ്യമാണ്. മറിയോട് വന്ന് പറഞ്ഞ ദൈവദൂതന്മാർ, വഴികളെ കാണിച്ചു കൊടുക്കുന്ന ദൈവദൂതന്മാർ, ചങ്ങലകളെ അഴിക്കുന്ന ദൈവദൂതന്മാർ. നിന്റെ പ്രശ്നം എന്താണോ, ഞാൻ ആത്മാവിൽ ഞാൻ സ്പിരിറ്റ് റിലീസ് ചെയ്യുകയാണ്. പൗലോസ് അർദ്ധരാത്രിയിൽ റിലീസ് ചെയ്തപ്പോൾ റിസീവ് ചെയ്ത തടവുകാരെ പോലെ ഞാൻ പറയാം, നീ റിസീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ ബന്ധിക്കപ്പെട്ടത് ഇന്ന് രാത്രി പൊട്ടുകയാണ്. നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ ന്യൂസുകൾ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെന്ന് ഈ ഓഗസ്റ്റ് മാസം മുതൽ നിന്റെ വാകൾ കൊണ്ട് പറയാൻ പോവുകയാണ്. അത്ഭുതത്തിന്റെ സാക്ഷികളാകുന്ന ചിലർ, ദൈവദൂതന്മാർ കൂടുണ്ടെന്ന് പറയുന്ന ചിലർ ഈ യജമാൻ സഭയിൽ നിന്നും കർത്താവെ എഴുന്നേൽപ്പിക്കുന്നതിനെ സ്തോത്രം.